ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് വാട്ട് ഈസ് ഇക്കണോമിക്സ്, എന്താണ് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള ചോദ്യത്തിനായിരുന്നു നമ്മൾ ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു 4 ഡെഫിനിഷൻസ്, 4 നിർവചനങ്ങൾ നമുക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. 1 ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ, 2 ആൽഫ്രഡ് മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ, 3 ലിയോണൽ റോബിൻസിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, 4 പോൾ എ സാമുവൽസിൻ്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. 2 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 3ാമത്തെ നിർവചനത്തിലേക്ക് നമ്മൾ പോകുന്നു. ലിയോണൽ റോബിൻസ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ് ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം അല്ലെങ്കിൽ ഇല്ലായ്മ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചോയ്സ് തിരഞ്ഞെടുപ്പ്. കിട്ടിയോ? അപ്പോൾ ലിയോണൽ റോബിൻസന്റെ ദൗർലഭ്യത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ നിർവചനം കിട്ടിയോ? സമ്പത്തിൻ്റെ നിർവചനം നമ്മൾ പഠിച്ചു, ക്ഷേമത്തിൻ്റെ നിർവചനം നമ്മൾ പഠിച്ചു. 3ാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നു ദൗർലഭ്യത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ നിർവചനം. ആരുടെയാണ്? ലിയോണൽ റോബിൻസ്. സമ്പത്തിൻ്റെ നിർവചനം ആഡം സ്മിത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ നിർവചനം ആൽഫ്രഡ് മാർഷലിൻ്റെ, ദൗർലഭ്യത്തിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ നിർവചനം ലിയോണൽ റോബിൻസിൻ്റെ. നോക്കിക്കോ. Another English economist, Professor Leonard Robbins of the London School of Economics, published a book entitled An Essay on the Nature and Significance of Economics, which is explained the nature and significance of economics. അടുത്ത ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലിയോണൽ റോബിൻസ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരാണ് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. കിട്ടിയോ? ലിയോണൽ റോബിൻസ് ഒരു ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പുസ്തകത്തിൻ്റെ പേര് പഠിക്കുക, ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. ഹിസ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് കോമൺലി നോൺ ആസ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻസ് റിമാർക്കബിളി ഡിഫറെൻറ്റ് ഫ്രം ദ എയർലി ഡെഫിനിഷൻ. കണ്ടോ? അദ്ദേഹത്തിൻ്റെ നിർവചനം അറിയപ്പെടുന്നത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഇല്ലായ്മയുടെ. ദൗർലഭ്യത്തിൻ്റെ നിർവചനം എന്താണ് അറിയപ്പെടുന്നത്? നമ്മൾ മുമ്പേ പഠിച്ച 2 ഡെഫിനിഷനിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് ഈ നിർവചനം. കിട്ടിയോ? എന്തൊക്കെ പഠിച്ചു? ലിയോണൽ റോബിൻസ് ഒരു ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പുസ്തകത്തിൻ്റെ പേര് പഠിക്കാൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ നിർവചനം സ്കേഴ്സിറ്റി ഡെഫിനിഷൻ അല്ലെങ്കിൽ ദൗർലഭ്യത്തിൻ്റെ നിർവചനം എന്നറിയപ്പെട്ടു. നമ്മൾ മുമ്പേ പഠിച്ച 2 ഡെഫിനിഷനിൽ നിന്നും ധാരാളം വ്യത്യസ്തപ്പെട്ട ഒരു ഡെഫിനിഷനാണ് ഇത്. ഇനി ഹീ സീസ്, അവൻ പറഞ്ഞു. അവൻ ആരാണ്? ലിയോണൽ റോബിൻസ്. വരച്ചേ. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അദ്ദേഹവും പറയുന്നു ഇക്കണോമിക്സ് ഈസ് എ സയൻസ്. സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. സോഷ്യോളജി പോലെ, സോഷ്യൽ സയൻസ് പോലെ, ഫിസിക്സ് പോലെ, കെമിസ്ട്രി പോലെ, ബയോളജി പോലെ ഇതും ഒരു ശാസ്ത്രമാണ്. വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. എന്താ ഹ്യൂമൻ ബിഹേവിയർ? മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നു. കിട്ടിയോ? സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്താ മനുഷ്യൻ്റെ സ്വഭാവം? ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. എന്താണ്? വിഭവങ്ങൾ വളരെ പരിമിതമാണ്. റിസോഴ്സസ് എന്താ? വിഭവങ്ങൾ. വിഭവങ്ങൾ വളരെ പരിമിതമാണ്, അല്ലെ വളരെ കുറവാണ്. അപ്പം ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് ഏറ്റവും കൂടിയ ആവശ്യങ്ങൾ മനുഷ്യൻ നിറവേറ്റുന്നു. ഈ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് ലിയോണൽ റോബിൻസ് പറയും. ഒരു ഉദാഹരണം പറയാം.
ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. ഉണ്ടോ മക്കളെ? ഏതെങ്കിലും ഒരാവശ്യം നിറവേറ്റി കഴിയുമ്പോൾ അടുത്തൊന്ന് വന്നു കഴിയും അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും അവസാനിക്കുമോ? അവസാനിക്കണമെങ്കിൽ നമ്മൾ മരിക്കണം അല്ലേ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. ബട്ട് ദ അവൈലബിൾ റിസോഴ്സ് ആർ സ്കേഴ്സ്. പക്ഷേ അവൻ്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ വളരെ പരിമിതമാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. അവൻ്റെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ വളരെ പരിമിതമാണ്. ഉദാഹരണം, നമുക്ക് വിഭവം എന്ന് പറയുന്നത് പണത്തെ സങ്കല്പിക്കാം അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. പക്ഷെ നമ്മുടെ കയ്യിലുള്ള പണം വളരെ ലിമിറ്റഡാണ്, പരിമിതമാണ്. അപ്പോൾ എല്ലാ ആവശ്യവും നമുക്ക് നിറവേറ്റാൻ പറ്റുമോ? എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, എനിക്കൊരു 10 ആവശ്യം അല്ലേ? അരി മേടിക്കണം അല്ലേ? മൊബൈലിൽ ടോപ്പപ്പ് ചെയ്യണം, സ്കൂട്ടറിന് പെട്രോൾ അടിക്കണം, സിനിമയ്ക്ക് പോകണം അല്ലേ? ഒരു ചെരുപ്പ് മേടിക്കണം അല്ലേ? എൻ്റെ കയ്യിൽ എത്രയുള്ളൂ മക്കളെ? 100 രൂപയുള്ളൂ, ധാരാളം ആവശ്യം. അന്നേരം എന്തു ചെയ്യും? ഏറ്റവും പ്രാധാന്യമുള്ള ആവശ്യത്തിന് ഇവൻ പ്രാധാന്യം കൊടുക്കും. അപ്പം ഏറ്റവും പ്രാധാന്യം ഏതാ ഞാൻ പറഞ്ഞത്? അരി മേടിക്കുക അല്ലേ? അപ്പോൾ എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ എന്താണ് ഇത്? ഇക്കണോമിക്സ് സയൻസ് അല്ലേ? സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. എന്താണ് മനുഷ്യൻ്റെ സ്വഭാവം? എന്താണ്? ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് അവന് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആദ്യം നിറവേറ്റുന്നു. മനുഷ്യൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് ലിയോണൽ റോബിൻസ് അഭിപ്രായപ്പെട്ടു. ലഭ്യമായിരിക്കുന്ന വിഭവം എന്നും പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു, 100 രൂപ. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിറവേറ്റുന്നു, അരി മേടിക്കുന്നു. അപ്പോൾ ലഭ്യമായിരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രമെന്ന് ലിയോണൽ റോബിൻസ് അഭിപ്രായപ്പെടുന്നു. കിട്ടിയോ? ഇനി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് ഹിസ് ഡെഫിനിഷൻ. ആസ്പെക്ട്സ്, മേഖലകൾ. ഈ നിർവചനത്തിന് 4 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. 1. By the term ends he means wants. He says that human wants are unlimited in number. When one want is satisfied, another one appears. പ്രത്യക്ഷപ്പെടുക. Human wants are the waves at sea will never set. ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറ്റി കഴിയുമ്പോൾ വീണ്ടും ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കടലിലെ തിരമാലയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഒരിക്കലും അവസാനിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടിയോ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല. ഒരാവശ്യം നിറവേറി കഴിയുമ്പോൾ അടുത്ത ആവശ്യം വന്നു കഴിയും അല്ലേ? അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നു, കടലിലെ തിരമാലയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും ഒരിക്കലും അവസാനിക്കില്ല. 2. Means or the resources at the hands of the individual are always limited compared to his wants. In other words, means are always scarce. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് പരിധിയില്ല, പക്ഷേ അവൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ വളരെ പരിമിതമാണ്. റിസോഴ്സസ്, വിഭവങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞു, റിസോഴ്സ് നമ്മൾ എന്തായിട്ട് എടുത്തു? പണമായിട്ട് എടുത്തു അല്ലേ? വിഭവങ്ങൾ വളരെ പരിമിതമാണ്. എല്ലാ ആവശ്യവും ഒരേപോലെ നിറവേറ്റുവാനുള്ള വിഭവം മനുഷ്യൻ്റെ കയ്യിൽ ലഭ്യം അല്ല. 3. The scarce resource can be put alternative uses. The example, an acre of land at disposal of an individual can be utilized either cultivating vegetables or for growing orchard for the house. A resource can be put alternative uses. വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട് അല്ലേ? ഉദാഹരണം, വിഭവം നമ്മൾ ലാൻഡ്, ഭൂമിയായിട്ട് എടുത്തു. ആ ഭൂമിയിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ്? പച്ചക്കറി നടാം, അല്ലെങ്കിൽ കുറച്ച് എന്താണ്? ഫലവൃക്ഷത്തെയും നടാം അല്ലേ? അല്ലെങ്കിൽ അവിടെ എന്താണ്? നമുക്ക് പൂന്തോട്ടം നട്ടുപിടിപ്പിക്കാം. അതാണ് ഒന്നിലധികം ഉപയോഗം. കിട്ടിയോ? അപ്പോൾ വിഭവങ്ങൾ പരിമിതമായ വിഭവങ്ങളാണ്. വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളും ഉണ്ട്. ഓൾട്ടർനേറ്റീവ് യൂസസ്, ഒന്നിലധികം ഉപയോഗങ്ങൾ. 4.
Unlimited wants and limited resources and alternative use of scarce resource compelled to person to choose the most urgent want for immediate satisfaction. ഞാൻ പറഞ്ഞു പരിധിയില്ലാത്ത ആവശ്യങ്ങൾ, പരിമിതമായ വിഭവങ്ങൾക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആദ്യം നിറവേറുന്നു. ബാക്കിയുള്ള ആവശ്യങ്ങൾ ഒന്നെങ്കിൽ പോസ്റ്റ്പോണ്ട് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നു. കിട്ടിയോ? 100 രൂപ പരിമിതമായ വിഭവം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അരി മേടിക്കുക അല്ലേ. ബാക്കിയുള്ള ആവശ്യങ്ങളൊന്നെങ്കിൽ പിന്നീട് വാങ്ങാമെന്നും പറഞ്ഞ് മാറ്റിവെച്ചു, അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചു. കിട്ടിയോ? അപ്പോൾ പഠിക്കണം. ലിയോണർ റോബിൻസ് ഒരു ഇംഗ്ലീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പുസ്തകത്തിൻ്റെ പേര് പഠിക്കുക. ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ് ആണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ സ്കേസിറ്റി ഡെഫിനിഷൻ, ദൗർലഭ്യത്തിൻ്റെ നിർവചനം എന്നറിയപ്പെടുന്നു. ഇക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. സാമ്പത്തിക ശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. പരിമിതമായ വിഭവം കൊണ്ട് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തിന് അല്ലേ അവൻ ചെലവഴിക്കുന്നു അല്ലേ. ആ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് ലിയോണർ റോബിൻസ് അഭിപ്രായപ്പെടുന്നു. 4 പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് മേഖലകളെക്കുറിച്ച് പഠിക്കുക. ഇനി ഈ ഡെഫിനിഷന് കുറേ സുപ്പീരിയോറിറ്റി മേന്മകളുണ്ട് അല്ലേ. ആഡം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനും ആൽബർട്ട് മാർഷലിൻ്റെ വെൽഫെയർ ഡെഫിനിഷനും നമ്മൾ പഠിച്ചു. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് ഈ ഡെഫിനിഷൻ. അതുകൊണ്ട് ഈ നിർവചനത്തിന് കുറേയധികം സുപ്പീരിയോറിറ്റി മേന്മകളുണ്ട്. 4 ഏതെല്ലാം? 1. റോബിൻസ് അപ്രോച്ച് ഈസ് ഹൈലി ലോജിക്കൽ. ഇറ്റ് പോയിന്റ്സ് ഔട്ട് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. There would be no economic problem. The resources were also unlimited like wants. Robin's approach is like highly logical. ഈ റോബിൻസിൻ്റെ ഡെഫിനിഷനകത്ത് ലോജിക്കുണ്ട്. കൃത്യമായ ലോജിക്കോട് കൂടിയാണ് ഈ റോബിൻസ് ഈ നിർവചനം തയ്യാറാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി ലോജിക്കൽ. ലോജിക്കുണ്ട്, ഒരു തന്ത്രമുണ്ട് അല്ലേ. അത് അത്രയും വരച്ചിട്ടാൽ മതി. 2. റോബിൻസ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ഹാസ് ഗോട്ട് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. എന്താണ്? പ്രപഞ്ചം മുഴുവൻ ഇത് അംഗീകരിച്ചിരിക്കുന്ന ഒരു നിർവചനമാണ്. റോബിൻസ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ഹാസ് ഗോട്ട് യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി. അത്ര വരച്ചിട്ടാൽ മതി അല്ലേ. ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഈ നിർവചനത്തെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. 3. The scarcity idea Robbins has given birth to the new concept of opportunity cost. വരച്ചിട്ട് എത്ര? റോബിൻസിൻ്റെ സ്കേസിറ്റി എന്ന് പറയുന്ന സങ്കല്പം, ദൗർലഭ്യം എന്ന് പറയുന്ന സങ്കല്പം, ഇല്ലായ്മ എന്ന് പറയുന്ന സങ്കല്പം, പുതിയ ഒരു സങ്കല്പത്തിൻ്റെ ബർത്ത്, ജന്മത്തിന് കാരണമായി. ആ സങ്കല്പമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചെലവ്. അതെന്താണ്? പുറകെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അന്നേരം പറഞ്ഞുതരാം. റോബിൻസിൻ്റെ ഈ സ്കേസിറ്റി ഐഡിയ പുതിയ ഒരു സങ്കല്പത്തിൻ്റെ ഉദയത്തിന്, ജന്മത്തിന് കാരണം കൊടുത്തു. ആ സങ്കല്പമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ അവസരാത്മക ചിലവ്. 4. റോബിൻസ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് ഗിവ്സ് എ പിക്ചർ ഓഫ് സ്കോപ്പ് ഓഫ് ഇക്കണോമിക്സ്. ഓൾ പ്രോബ്ലംസ് characterized by unlimited wants and unlimited resources come under the scope of economics. അല്ലേ? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തിയെ ഇതെന്ന് ഉയർത്തിക്കാട്ടി അല്ലേ. സാമ്പത്തിക ശാസ്ത്ര സ്കോപ്പ്, വ്യാപ്തി അല്ലേ, വ്യാപ്തി അല്ലേ ഉയരുവാനായിട്ട് കാരണം കിട്ടിയോ? അപ്പോൾ ഈ നിർവചനത്തിൻ്റെ 4 പ്രധാനപ്പെട്ട മേന്മകൾ. ഇനി ഈ നിർവചനത്തിൻ്റെ ക്രിറ്റിസിസം, വിമർശനങ്ങൾ എന്നല്ല അല്ലേ. മേന്മകൾ മാത്രമല്ല, വിമർശനം കൂടി ഉണ്ട്. 1. Roots of welfare and scarcity are wealth. While the welfare definition explains wealth as a source of welfare, scarcity definition points out the scarcity of wealth based on wealth. Critics, വിമർശകർ therefore argue വാദഗതി ഉന്നയിക്കുക. Robbins has not invented കണ്ടുപിടിക്കുക anything new. Roots വേര്, welfare and scarcity are wealth. ക്ഷേമത്തിൻ്റെയും ദൗർലഭ്യത്തിൻ്റെയും ഒക്കെ വേര്, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ
സമ്പത്ത് അല്ലേ. ആഡം സ്മിത്ത് സമ്പത്തിൻ്റെ പ്രാധാന്യം കൊടുത്തു. ആൽഫ്രഡ് മാർഷൽ ക്ഷേമത്തിൻ്റെ പ്രാധാന്യം കൊടുത്തു. ലിയോൺ റോബിൻസ് സ്കേസിറ്റി ദൗർലഭ്യം ഇല്ലായ്മയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ക്ഷേമത്തിൻ്റെയും ഇല്ലായ്മയുടെയും ഒക്കെ അടിസ്ഥാനം റൂട്ട് എന്ന് പറഞ്ഞാൽ വെൽത്ത് സമ്പത്ത അല്ലേ, സമ്പത്ത അല്ലേ. അതുകൊണ്ട് വിമർശകർ പറയുന്നു റോബിൻസൺ പുതിയതായിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്താണ്? ഹി ഹാസ് ഓൺലി പ്രസന്റ് ദ എക്സിസ്റ്റിംഗ് ഐഡിയാസ് എ മോഡിഫൈഡ് ഫോം അല്ലേ. നിലവിലുള്ള സമ്പത്തിൻ്റെ നിർവചനം നമ്മൾ നിലവിൽ പഠിച്ചതാണ്. അപ്പം ആ ആശയത്തെ ഒന്ന് പുതുക്കി പണിതു എന്ന് മാത്രം. ക്ഷേമത്തിൻ്റെയും ദൗർലഭ്യത്തിൻ്റെയും റൂട്ട് വേര് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. വിമർശകർ പറയുന്നു അതുകൊണ്ട് റോബിൻസൺ പുതുതായിട്ട് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പഴയ ഒരു സമ്പത്തിൻ്റെ ഒരു നിർവചനമുണ്ട്, അതിനെ ഒന്ന് പുതുക്കി പണിതു എന്ന് മാത്രം. Robin's definition of economics is mainly concerned with the ideal allocation of given resources. It does not mention the possibility of increasing the supply of resources. Economic growth. മറിച്ചിട്ട് എന്താണ് റോബിൻസന്റെ ഡെഫിനിഷൻ്റെ അകത്ത് പറയുന്നു? എന്താണ്? വിഭവങ്ങളുടെ വിതരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഈ വിഭവങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, വിഭവങ്ങൾ എങ്ങനെ വർദ്ധിപ്പിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ച് റോബിൻസന്റെ നിർവചനത്തിൽ ഒന്നും പറയുന്നില്ല. കിട്ടിയോ? റിസോഴ്സ് അലോക്കേഷൻ, വിഭവങ്ങൾ എങ്ങനെ കാര്യക്ഷമമായിട്ട് വിതരണം ചെയ്യാം എന്ന് മാത്രമേ റോബിൻസന്റെ നിർവചനത്തിൽ പറയുന്നുള്ളൂ. വിഭവങ്ങൾ എങ്ങനെ വർദ്ധിപ്പിച്ച് സാമ്പത്തിക വളർച്ച നേടിയെടുക്കാമെന്ന് റോബിൻസന്റെ ഡെഫിനിഷനിൽ ഒന്നും തന്നെ സൂചിപ്പിക്കുന്നേ ഇല്ല. 3. According to Robbins, scarcity is a criterion മാനദണ്ഡം of an economic problem. Economic problem originates from scarcity, but it is found in the real life. The abundance also creates problems. It was from the abundance of goods, manpower, that the problem of Great Depression emerged in the 1930s. കിട്ടിയോ? എന്താണ്? ദൗർലഭ്യമുണ്ടായാൽ അല്ലെങ്കിൽ ഇല്ലായ്മയുണ്ടായാൽ മാത്രമേ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകത്തുള്ളൂ എന്ന് റോബിൻസൺ പറയുമ്പോൾ വിമർശകർ പറയുന്നു അബണ്ടൻസ്, ധാരാളിത്വം കൂടിപ്പോയാലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായും. അതിനുദാഹരണമാണ് 1930 ഗ്രേറ്റ് ഡിപ്രഷൻ, സാമ്പത്തിക മാന്ദ്യമുണ്ടായി. അതിന് കാരണം എന്തായിരുന്നു? ലേബേഴ്സ്, തൊഴിലാളികളുടെ എണ്ണം അല്ലെ മാൻപവർ, മാനവശേഷി കൂടിപ്പോയത് കൊണ്ടാണ് 1930 വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ടായത്. റോബിൻസൺ പറയുന്നത് ദൗർലഭ്യം, ഇല്ലായ്മ കൊണ്ട് മാത്രമേ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ വിമർശകർ പറയുന്നു ധാരാളിത്വം കൂടുതലുണ്ടായാലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനവർ ഉദാഹരണം പറയുന്നു 1930 വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ടായി. മാൻപവർ, മാനവശേഷി കൂടിയത് കൊണ്ടാണ് അതുണ്ടാകാൻ കാരണം. 4. One of the major conditions of modern economics is the problem of economic instability. Fluctuation is the national income. Robinson does not touch this part of economics. സാമ്പത്തിക ശാസ്ത്രത്തിലെ 2 പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, സാമ്പത്തിക അസ്ഥിരത, സാമ്പത്തിക സ്ഥിരതയില്ലായ്മ, ഫ്ലക്ച്വേഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് റോബിൻസൺ ഒന്നും തന്നെ പറയുന്നില്ല. സാമ്പത്തിക ശാസ്ത്രത്തിലെ 2 പ്രശ്നങ്ങളാണ് സാമ്പത്തിക അസ്ഥിരതയും ദേശീയ വരുമാനത്തിലെ വ്യതിയാനങ്ങളും. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് റോബിൻസൺ ഒന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. 5. Most advanced criticism against Robbins is that he does not consider the normative aspects of economics. He has made a positive science. കിട്ടിയോ? സാമ്പത്തിക ശാസ്ത്രത്തിന് 2 വശമുണ്ട്, പോസിറ്റീവും നോർമേറ്റീവും. അദ്ദേഹം പോസിറ്റീവ് വശത്തിന് മാത്രമേ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, നോർമേറ്റീവ് വശത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പോസിറ്റീവ് സയൻസ് എന്താണ്, നോർമേറ്റീവ് സയൻസ് എന്താണ് എന്ന് പുറകെ പഠിക്കാനുണ്ട്, അന്നേരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സാമ്പത്തിക ശാസ്ത്രത്തിന് 2 വശങ്ങൾ, ഒന്ന് പോസിറ്റീവ് സൈഡും 2 നോർമേറ്റീവ് സൈഡും. പോസിറ്റീവ് സൈഡിന് മാത്രമേ അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, നോർമേറ്റീവ് സൈഡിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. കിട്ടിയോ? അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? 3ാമത്തെ ഡെഫിനിഷൻ ലിയോൺ റോബിൻസൺ സ്കേർസിറ്റി ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. അതിന് 4 ആസ്പെക്ട്സ് പഠിച്ചു. അതിന് മേന്മകൾ 4 പഠിച്ചു. ക്രിറ്റിസിസം 5 പഠിച്ചു.
കിട്ടിയോ? ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ ക്ലാസ്സിൻ്റെ ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.